ആളുകൾക്ക് ഏറ്റവും കൂടുതൽ നല്ല പരിചയമുള്ള ഒരു സംഗതിയാണ്. എന്നോട് ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ചോദിച്ചു IFFKയുടെ ബ്രാൻഡിങ് ആയിട്ടുള്ളത് അവിടെയാണ്. കാരണം പലരും എന്നോട് ചോദിച്ചു എല്ലാവർക്കും പരിചയമുള്ള ഒരു പാവ ഇവിടെ ഉണ്ട്, അതിനെടുത്ത് അത് ഇതില് അത് മുകളില് നമ്മള് ഉണ്ട്, ഇവിടെ തന്നെയാണ്. അത് കഥ എന്താണെന്നുള്ള സംഗതികൾ അത് ഇവിടെ അച്ഛനൊക്കെയുള്ള സമയത്താണ് ഡിസൈനിങ് നടന്നത്. അരവിന്ദൻ സാറും അതുപോലെ കുറച്ച് ഫിലിം ആക്ടേഴ്സ് ഇവിടെ വന്നിട്ട് നമ്മുടെ വീട്ടിൽ അച്ഛനുള്ള സമയത്ത് നമുക്ക് ഒരു IFFK ലോഗോ തീരുമാനിച്ചു. അപ്പോൾ അച്ഛൻ ഞാനും കൂടിയിട്ട് ഒരുപാട് പാവകൾ നിരത്തി വെച്ചു. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒരു സ്ത്രീ കഥാപാത്രം, ഒരു രാഷ്ട്രീയ കഥാപാത്രം, പിന്നെ നമുക്ക് ദേവതയായിട്ട് മാറുന്നത്, ദേവത ആയിരിക്കണം, സ്ത്രീ നല്ല രൂപത്തിലുള്ള ഇതാണ് നമുക്ക് ആവശ്യം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ലങ്കാലക്ഷ്മി എന്നുള്ള കഥാപാത്രത്തിനെ നമ്മൾ കാണിക്കുന്നത്. ലങ്കാലക്ഷ്മി എന്നുള്ള കഥാപാത്രം ഹനുമാൻ ലങ്കയ്ക്ക് സീതാദേവി അന്വേഷിച്ച് പോകുന്ന സമയത്ത് ചാടി ആദ്യം തടുക്കുന്നുണ്ട്, ഗോപുരം കിടക്കുന്ന സമയത്ത് തടുക്കുന്ന ഒരു സ്ത്രീയാണത്. 8 തോളായി 4 മുഖത്തായി ഉലകേഴും, 8 തോള് 4 മുഖത്തോടു കൂടിയ സ്ത്രീയെ തടഞ്ഞാൽ നിനക്ക് നാശാണ്, ഞാൻ എന്റെ വിചാരിച്ച കാര്യം നടത്തും എന്ന് പറയാണ്. അപ്പൊ അവള് പറയുന്നത് എന്നെ നീ മീണ്ടേഹിനതേകാതിർമാറ്റം ചൊന്നായി നീയാവനട തൊൽപുരമട്ട, എന്നെ നീ ഒരിക്കലും മറികടന്നിട്ട് പോകാൻ പറ്റില്ല, നിന്നാലൊന്നും അതിനുള്ള കടന്നിട്ട് നിന്നാലും മുടിയാതെ അതല്ലേ തമിഴിൽ കടന്ന് ഒന്നും ചെയ്യുമ്പോൾ മുടിയാതെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹനുമാൻ അവസാനം ഒരു അടിയടിക്കുകയാണ്. അപ്പോഴാണ് ഈ രൂപം മാറി ദേവതയായിട്ട് അടുത്ത രൂപം ഗോഡസ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇത് നമ്മള് കുറച്ചും കൂടി മാറി അവരുടെ ലോകോന്റെ രീതിയിലേക്ക് മാറ്റം വന്ന് എന്നിട്ട് ഈ രൂപത്തിലേക്ക് മാറുകയാണ്. അടി കഴിഞ്ഞപ്പോ ഇതാണ് നമ്മുടെ പിന്നെ ഇതല്ലേ ഇതിന്റെ ഫ്രണ്ട്, ഇതാണ് നമ്മുടെ മഹാനായിട്ടുള്ള നമ്മുടെ ഫിലിം ഡയറക്ടർ G. അരവിന്ദൻ സാറിനെ ആകർഷിച്ച അവരെ മനസ്സുകൊണ്ട് ആവാഹിച്ച ഒരു രൂപം, ഇവരിൽ നിന്ന് ആവാഹിച്ചെടുത്ത ഒരു രൂപമാണ് ദേവതയായിട്ട് മാറിയിട്ടുള്ള ലങ്കാലക്ഷ്മി. ഇതായിരുന്നു ലങ്കാലക്ഷ്മിയുടെ. പക്ഷേ IFFKയിലേക്ക് വരുമ്പോൾ നമ്മുടെ സിനിമയിലുള്ള അതേപോലെ നമ്മുടെ സംവിധായകർ ഒത്തൊരുമിച്ച് തീരുമാനിച്ച ഒരു വിഷയമാണ് ഈ ലങ്കാലക്ഷ്മിയുടെ ഈ ഒരു IFFKയുടെ ലോഗോ എന്ന് പറയുന്നത്. അങ്ങനെ ദേവലോകത്തേക്ക് പോവുകയാണ്. അപ്പൊ ഇത് മതി എന്ന് പറഞ്ഞിട്ട് സ്ത്രീ കഥാപാത്രമായി ദേവതയായി മാറി, നല്ല കഥാപാത്രമായി മാറി, വളരെ സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് പോയി നമ്മളോട് പാവം നിർമ്മിക്കാൻ പറഞ്ഞു. ഓക്കെ, എന്തായാലും നമുക്കല്ല മലയാളികൾക്ക് എല്ലാവർക്കും നല്ലൊരു മുദ്രകൾ സ്വാഭാവികമായിട്ടും കലയായിട്ടാണ് പറയുന്നത് അല്ലേ. നല്ലൊരു മുദ്ര സമ്മാനിച്ച കുടുംബത്തോടൊപ്പമാണ് നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ മായാത്ത തിയേറ്ററിലെ ഇരുളുടെ തിയേറ്ററിൽ നിന്ന് നമ്മളെ വെള്ളി വെളിച്ചത്തിൽ ഈ മായാരൂപിയായിട്ടുള്ള ഈ അമ്മ കടന്നു വരുമ്പോൾ ആർക്കാണെങ്കിലും മനസ്സ് കോരിത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കോരിത്തിരിച്ചിട്ടുണ്ട്, കൈയടിച്ചിട്ടുണ്ട് ധാരാളമാണ്. ആ കൈയടിയുടെ ഉത്ഭവം ഇവിടുന്നായിരുന്നു എന്ന് അറിയിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഹലോ, നമസ്കാരമുണ്ട്. നാടകക്കാരൻ ഇന്നുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ തോൽപ്പാവക്കൂത്ത് ഗ്രാമമായ കൂനത്തറ ഗ്രാമത്തിലാണ്. കൂനത്തറ ഗ്രാമത്തിന് വലിയൊരു വിശേഷമുണ്ട് കേട്ടോ. കേരളത്തിലെ ഷാഡോ വില്ലേജ് എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടിയാണ് കൂനത്തറ ഗ്രാമം എന്ന് പറയുന്നത്. ഈ കൂനത്തറ ഗ്രാമത്തിലാണ് നമ്മുടെ തോൽപ്പാവക്കൂത്ത് സംഘം, നമ്മുടെ ഇവിടെയുള്ള ഒരു തറവാടുണ്ട്. അത് തറവാടല്ല, അതിൽ കവളപ്പാറ രാജാവ്, ആ രാജാവ് പുലവർ എന്നുള്ള ആളുകൾക്ക് സ്ഥാനം നൽകി തറവാട്ടുകാർക്ക് ഈ ഒരു കലാരൂപത്തെ കാണിക്കാനും പരിപോഷിപ്പിക്കാനായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഒരു തോൽപ്പാവക്കൂത്ത് തറവാടിൻ്റെ മുമ്പിലാണ് നാടകക്കാരൻ നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് അത്ര വളരെ രസകരമായിട്ടുള്ള തോൽപ്പാവക്കൂത്ത് സംഘത്തിലെ വിശ്വനാഥ പുലവരുടെ വീട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, വരും. ഇത് കണ്ടില്ലേ, അവർ തന്നെ അവരുടെ ഇവിടെ ഈ തോൽപ്പാവക്കൂത്ത് അവർ ഗേറ്റിന് പുറകെ തന്നെ ഇത് പിന്നെ വിവിധ തരത്തിലുള്ള തോൽപ്പാവകൾ വരച്ച് വെച്ചിട്ടുണ്ട്, ഗണപതിയുണ്ട്. എന്തായാലും നമുക്ക് ഈ തറവാട്ടിലേക്ക് നമസ്കാരം, നമുക്ക് പരിചയപ്പെടാം. ഇദ്ദേഹം വിശ്വനാഥ പുലവരുടെ മകൻ അല്ലേ, വിപിനാണ്. പ്രാചീനമായിട്ടുള്ള കലാരൂപത്തെ പരിപോഷിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ തന്നെ വീടോടനുബന്ധിച്ച് തന്നെ ഈ തോൽപ്പാവക്കൂത്തിൻ്റെ ഒരു വലിയ സ്റ്റുഡിയോ തിയേറ്റർ ഇവിടെ ഒരു സജ്ജമാക്കിയിട്ടുണ്ട്. ഇത് തന്നെയല്ലേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ്, തോൽപ്പാവക്കൂത്ത് സംഘം എന്നാണ് നമ്മുടെ സംഘത്തിന്റെ പേര്. ആദ്യം രജിസ്റ്റേർഡ് തോൽപ്പാവക്കൂത്ത് കലാകാരന്റെ സംഘടനയാണിത്. ആദ്യമായി രൂപീകരിച്ച സംഘടനയാണ്. കണ്ടു നോക്കാം നമുക്ക് തോൽപ്പാവക്കൂത്ത് സംഘത്തിന്റെ കേരളത്തിലെ അതിപ്രാചീനമായിട്ടുള്ള ആദിമ സിനിമയായിട്ടുള്ള തോൽപ്പാവക്കൂത്തിന്റെ രഹസ്യങ്ങൾ തന്നെയാണ് കേട്ടോ. വന്നു നോക്കാം.
ഇതാണ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ മറ്റേ ഇതിലേക്ക് കിടന്നല്ലോ. തോൽപ്പാവക്കൂത്ത് തറവാടുകളിൽ ഒന്നിലേക്കാണ് നമ്മൾ ഇപ്പം വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ പിന്നെ തോൽപ്പാവക്കൂത്തിൻ്റെ ആചാര്യനായിട്ടുള്ള വിശ്വനാഥ പുലവറാണ്. വിശ്വനാഥ പുലവർ എന്നുണ്ട്. ഓക്കെ, ഇത് അദ്ദേഹത്തിൻ്റെ മകൻ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, ഇവരെ അത് എൻ്റെ വൈഫാണ്. ഓക്കെ, റൈറ്റ്. പേരെന്താണ്? തോൽപ്പാവക്കൂത്ത് നമ്മൾ കാണുന്ന കാണികൾ കാണുന്നത് ഈ സ്ക്രീനിലൂടെ പാവകൾ സംസാരിക്കുന്നതാണ്. ആക്ച്വലി ഇതിൻ്റെ പിറകിലുള്ള മനുഷ്യ അധ്വാനവും അതേപോലെ അഭിനയവും കലാകാരന്മാരുടെ അഭിനയവും ഒക്കെ വളരെ പ്രയാസമുള്ളത് തന്നെ മാത്രമല്ല, അവർക്ക് ശരിയായ കല പ്രയോഗിക്കാനുള്ള അവസരം കൂടി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ തോൽപ്പാവക്കൂത്തിൻ്റെ പിന്നരങ്ങ്. ഇത് ഈ സംഭവം ഞാൻ എന്താ പറയുക ഇതുവരെ അധികം കണ്ടിട്ടില്ല, എത്രയും അടുത്ത് ക്ലോസ് ആയിട്ട്. തോൽപ്പാവക്കൂത്തിൻ്റെ രഹസ്യങ്ങൾ. അതെ, എന്തായാലും ഇന്ന് തോൽപ്പാവക്കൂത്തിൻ്റെ രഹസ്യങ്ങളാണ് വിപിൻജി നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. എന്താണ് ഇതിൻ്റെ ഉള്ളരങ്ങ്? കാരണം ഇത് ഉള്ളിൽ നിന്ന് ആണ് ഈ അഭിനയവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതല്ലേ. ശരി, ഇത് ആക്ച്വലി പപ്പറ്റ് തിയേറ്ററിന്റെ ബാക്ക് സ്റ്റേജ് ആണ്. ഈ തോൽപ്പാവക്കൂത്തിന്റെ എല്ലാ കാര്യങ്ങളും ബാക്ക് സ്റ്റേജിലാണ്. അതായത് ഒരു പാവകളിക്കാരൻ പാടുന്നതും മ്യൂസിക് ചെയ്യുന്നതും പാവകൾ ചലിപ്പിക്കുന്നതും എല്ലാം ഈ ബാക്ക് സ്റ്റേജിലാണ്. അപ്പോൾ തോൽപ്പാവക്കൂത്തിന്റെ ബാക്ക് സ്റ്റേജിനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം 95% ഓഫ് നമ്മുടെ എഫേർട്ടും ബാക്ക് സ്റ്റേജിലാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് ഒന്ന് ഡെമോ സ്റ്റേജ് ആണ്. അമ്പലങ്ങളിലെ കൂത്തുപാടം കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. 42 അടി നീളമായിരിക്കും ഉള്ളിലുണ്ടാവുക. പിന്നെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഈ സ്റ്റീൽ ബാറിന് പകരം, അതായത് വിഡ്ത് 42 അടി നീളമുള്ള വീതിയിലാണ്, നീളമാണ്, വീതിയാണ് 14 അടിയാണ് ഓക്കെ. ഉണ്ടാവുന്നത്. ഇത് നോർമൽ സ്റ്റേജിന്റെ സ്പേസ് ആണ്. പിന്നെ ചില ക്ഷേത്രങ്ങൾ നേരത്തെ അച്ഛൻ പറഞ്ഞ മാതിരി ചെറുതാവാം വലുതാവാം. ഹൈറ്റ് 7 അടിയാണ് നോർമലി ഫ്രം ദ ഗ്രൗണ്ട് പറയുമെങ്കിലും ആ ഗ്രൗണ്ട് ബിലോ ഗ്രൗണ്ട് സ്പേസ് ചിലപ്പോൾ അതിൽ 7 അടി കൂടി കൊടുക്കാം. അപ്പൊ ആര്യങ്കാവൊക്കെ പറഞ്ഞ വലിയ തിയേറ്റർ. അപ്പൊ അങ്ങനത്തെ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടുമായി സ്പേസ് ചെയ്ത് ഇപ്പൊ ഗ്രൗണ്ടിൽ എത്ര ഓഡിയൻസ് ഉണ്ടാവും ആ ഓഡിയൻസ് സ്ട്രെങ്ത്തിന് അനുസരിച്ചിട്ടുള്ള പെർമനന്റ് കൺസ്ട്രക്റ്റഡ് തിയേറ്റേഴ്സിനെയാണ് കൂത്തുമാടങ്ങൾ എന്ന് പറയുക. കൂത്തുമാടം, കൂത്തുകൾ കളിക്കാനുള്ള തിയേറ്റർ, നമ്മൾ പപ്പറ്റ് പ്ലേ ഹൗസ് എന്ന് പറയും. അതിന്റെ ഉള്ളിൽ തന്നെ രണ്ട് നേരത്തെ പറഞ്ഞ മാതിരി വെള്ള ആയപ്പടവയും ഇത് കറുത്ത ആയപ്പടവയും. ഇത് വെള്ള ആയപ്പടവ, ഇതാണ് കേട്ടോ വെള്ള ആയപ്പുടവ എന്ന് പറയുന്നത്. ഇത് കറുത്ത ആയപ്പുടവ. കോൺസെപ്റ്റ് ഇത് ദൃശ്യവൽക്കരിക്കുക, അതായത് ഇതിനെ ശരിക്കും 3 ആയി കൺസെപ്റ്റിലുണ്ട്. അതായത് ഇതിന്റെ ഇത് ഭാഗം ഭൂമിയും ഇത് പാതാളവും ഇതിന്റെ ഒരു സൈഡിൽ അപ്പലേക്ക് ആകാശമായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് മെയിൻലി ചെയ്യുന്ന സങ്കല്പങ്ങളാണ്. കാരണം നമ്മൾ തോൽപ്പാവക്കൂത്ത് മെയിൻലി ആചാരം അനുഷ്ഠാനം ചേർന്നതാണ്. ഫസ്റ്റ് ദിവസം കൂത്ത് തുടങ്ങുന്ന മുന്നേ തന്നെ ഗണപതി പൂജ തുടങ്ങിയിട്ടാണ് കൂത്ത് ആരംഭിക്കുന്നത്. അപ്പോൾ ദേവന്മാർ വന്നു സംസാരിക്കുന്നതൊക്കെ മുകളിൽ നിന്നും, ബാക്കി ശ്രീരാമൻ മനുഷ്യനായി തന്നെ കാണുന്നത് കൊണ്ട് കഥാപാത്രങ്ങളൊക്കെ ഭൂമിയിലാണ്. ഈ പാതാളത്തിന്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവണന്റെ എൻട്രി, അല്ലെങ്കിൽ പിന്നെ രാവണയുദ്ധം നടക്കുന്ന സമയത്ത് ഭൂമി, പാതാളം, ആകാശം, 7 ലോകങ്ങളും കടന്ന് യുദ്ധം ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ കാണിക്കാൻ വേണ്ടി ഈ സങ്കല്പങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ വിളക്കുകൾ എത്രത്തോളം വിളക്കുകൾ? ഈ വിളക്ക് ഇവിടെ നമ്മൾ സ്റ്റീൽ ബാറിൽ വെച്ചിരുന്നാലും നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നത് നാളികേര മുറികളാണ്. നമ്മള് ഇതിന് പകരമായിട്ട് 11 തേങ്ങ എടുത്ത് 11 തേങ്ങാമുറി വെച്ച് 11 തേങ്ങ മുറിച്ച് 21 തേങ്ങാമുറി മരത്തിന്റെ വലിയ ലോഗ്, വുഡൻ ലോഗ്, അതിന്റെ പേര് വിളക്കുമാടം എന്നാണ്. വിളക്കുമാടം. അതിന് വിളക്കുമാടം എന്ന് പറയുന്ന ഒരു പക്ഷേ ഇതിന് ഒരുപാട് വാക്കുകൾ ഇതിനകത്ത് വന്ന് പഠിച്ചിട്ടുണ്ട്. കൂത്തുമാടം ഉണ്ട്, വിളക്കുമാടം എന്ന് പറയുന്നത് ഇതല്ലേ വിളക്കുമാടം? ഇതിന്റെ മരത്തിന്റെ വലിയ വിളക്കുമാടം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ 21 ഹോൾ ഉണ്ടാവും. അതിൽ 21 നാളികേര മുറികൾ വെക്കും. അപ്പൊ ഈ വിളക്കുമാടം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ വിളക്കുമാടം കയറ്റുമ്പോൾ വെടിപൊട്ടിക്കും. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ക്ഷേത്ര കൊടിമരത്തിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില കൂത്തുമാടലിൽ അതിന്റെ അവകാശികളുണ്ട്. അവര് വന്നേ വിളക്കുമാടം കയറ്റും, അവര് വന്നേ വിളക്കുമാടം ഇറക്കും. അത് അങ്ങനെ കൊണ്ടു നടക്കുന്നതാണ്. അത്രയും ആചാരവുമായി കണക്ട് ചെയ്ത സംഭവമാണത്. അതിൽ 21 നാളികേര മുറികളിൽ വിളക്ക് വെക്കും. തേങ്ങ വെച്ച് അതിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് വിളക്ക് വെക്കും. അങ്ങനെ 21 മുറികൾ. അത് പുറമെ ആദ്യം ക്ഷേത്രത്തിനൊരു വിളക്ക് കൊണ്ടുവന്ന് തിയേറ്ററിന്റെ പുറത്ത് തൂക്കിയിടും. പിന്നീട് മാടപ്പുലവര് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ കൂത്തിലെ മെയിൻ പുലവര്, മൂത്ത പുലവര്, ആചാര്യ, അവിടുത്തെ ടോപ്പ് അദ്ദേഹമായിരിക്കും പോയി വിളക്ക് കൊളുത്തി ഭഗവതിയെ ഒഴിഞ്ഞ് അകത്തേക്ക് കൊണ്ടുവന്ന് 21 വിളക്കുകളും കൊളുത്തും. അതിനുശേഷം ചെഞ്ചില്യം എന്ന് പറയുന്ന ഒരു പൗഡർ ഉണ്ട്. ഈ പൗഡർ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ തീയും
ഇതാണ് ചെഞ്ചില്യം എന്ന് പറയുന്ന സംഗതി. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതൊരു മരത്തിന്റെ ഗമ്മാണ്. ഇത് നമ്മൾ പൗഡർ ചെയ്തെടുക്കുന്നതാണ്. ഇത് നല്ല ഈരത്തോർത്തുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കൈ തട്ടി അവിടെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ എടുത്ത് ഒരു പ്രത്യേക സ്പീഡ് ആൻഡ് ആക്സിലറേഷൻ നമ്മളിങ്ങനെ എറിയുമ്പോൾ അതിങ്ങനെ ഫയർ പ്രൊഡ്യൂസ് ആവും. ഇതിങ്ങനെ 21 വിളക്കിൽ നമ്മൾ എറിഞ്ഞ് ഇത് പ്യൂരിഫൈ ചെയ്യും. ഇത് വെടിമരുന്നല്ല? അല്ല, ഇത് ആക്ച്വലി ഒരു മെഡിസിൻ ആണ്. ഇത് എനിക്ക് വിടാവോ? ഇടാം. കുറച്ച് ഞാൻ ശ്രദ്ധിക്കേണ്ടത് സെന്ററിൽ ഇടരുത്, ഫയറിന് ടിപ്പിൽ ഇടാൻ പാടും. ഓക്കെ. ഇത് പെട്ടത് വിളക്കിലേക്ക് ടിപ്പിലിടണം എപ്പോൾ. അതാ കറക്റ്റ്. ടിപ്പിലേക്ക് അതെ. ഒന്നുകൂടി ഞാൻ പരീക്ഷിച്ചോട്ടെ. ഇതിനിടല്ലേ? അതെ. ഇത് നമ്മൾ വിളക്കിനുള്ളിലേക്ക് ആവാതെ പുറത്തേക്ക് ആക്കി തന്നെ ആ ടിപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആയി തന്നെ വരും. അത് ഇവിടുന്ന് അങ്ങോട്ട് അതും നോക്കണം. സ്ക്രീനിലേക്ക് തെറിക്കുക, അതൊരു പ്രത്യേക ആക്സിലറേഷൻ. ഞാൻ പറയാം, സ്പീഡ് ഇത് തന്നെയാണ്. ഓക്കെ, ഇതാണ്. ഒരു ഫോഴ്സിൽ എറിഞ്ഞാൽ ക്ലിയർ ആയി തന്നെ അത് കിട്ടും. വിളക്കിലേക്ക് ആവാതെ ചെയ്യണം എന്നാ പറയാം. തേങ്ങാമുറിയാണ്. ഇത് എന്തിനാണ് ഈ ഹൈലൈറ്റ് ഉപയോഗിക്കുന്നത്? 2-3 കാര്യങ്ങളാണ്. ഇത് എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറെ ക്ഷേത്രങ്ങൾ ഇടും. ഇത് സയന്റിഫിക്കലി പറയുമ്പോഴേ നമ്മളൊരു ഫയർ ഒരുപാട് പ്രൊഡ്യൂസ് ആകുമ്പോൾ അവിടെ ഓക്സിജൻ സർക്കുലേഷൻ കൂടും അല്ലേ? അത് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പണ്ട് യൂസ് ചെയ്ത സിസ്റ്റം ആയിരിക്കാം. ഇത് ഞങ്ങളൊരു ജർമ്മനിൽ വന്നൊരു സ്റ്റുഡൻസ് കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ അവരായി മനസ്സിലായൊരു കാര്യമാണ്. പ്യൂരിഫൈ ചെയ്യാണിത്. ഒന്ന്, ഈ സാധനം ആയുർവേദിക് മെഡിസിൻ ആണ്. കൂത്തുമാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു വട്ടം അല്ലെങ്കിൽ ഒരു 7 ദിവസം 14 ദിവസം മാത്രമേ യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരുപാട് പോയിസണസ് ഗ്യാസസ് ഫില്ലായിരിക്കാൻ ചാൻസസ് ഉണ്ട്, മുകളിൽ തട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിട്ട് കഴിഞ്ഞാൽ തന്നെ പ്യൂരിഫൈഡ് ആവും. അങ്ങനെ ഒരു സംഭവം സയന്റിഫിക്കലി ജർമ്മനിൽ നിന്ന് സ്റ്റുഡൻസ് അവർ റിസർച്ചിൽ പറഞ്ഞൊരു സംഭവമാണിത്. പിന്നെ അതല്ലാതെ പറയുന്നത് ഹൈലൈറ്റിംഗ് ആണ്. രാമനും രാവണനും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ ഫോഴ്സിൽ ഇട്ട് കൊടുക്കുക. അതെ, അതേപോലെ 2 ബാണങ്ങൾ വന്ന് തട്ടുന്ന സമയത്ത് ഇത് ഇട്ടുകൊണ്ട് ലിംഗം. അതെ അല്ലേ? ഇവിടെ കിട്ടില്ലേ സുഭാഷ്? ഇവിടെ ഇരട്ടെ. അത് കുറച്ചുകൂടി ഫോഴ്സിൽ എറിഞ്ഞാൽ ക്ലിയർ ആവും. അത് കുറച്ചുകൂടി അതാണ് അതിന്റെ പ്രൊഫഷണൽ. ഇതിങ്ങനെ കറക്റ്റായി എറിഞ്ഞാൽ ക്ലിയർ ആവും അത്. ഫാന്റാസ്റ്റിക്. ഇതെന്തായാലും സ്പെഷ്യൽ എഫക്ട് ഇതാണ് സിനിമയിൽ കാണുന്ന സ്പെഷ്യൽ എഫക്റ്റിന് പകരമായിട്ട് അന്ന് കാലത്ത് ഉപയോഗിച്ച, അതായത് യുദ്ധങ്ങൾ തമ്മിൽ, ഗതകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ, ബാണങ്ങൾ തമ്മിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ബാണങ്ങളെ കൂട്ടിമുട്ടുക. അപ്പോൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് സ്പെഷ്യൽ എഫക്ട് അദ്ദേഹം കൊടുക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ചുമ്മാ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇതൊക്കെ. ഓക്കെ, ബാണങ്ങൾ 2 ബാണം, ഒരു ബാണം ഇവിടുന്ന് വരുന്നു, ഒരു ബാണം ഇവിടുന്ന് വരുന്നു. ഓക്കെ, റൈറ്റ് വരുന്നു. പുറമേന്ന് കാണുമ്പോൾ നല്ല രസം. അത് മാത്രമല്ല, രാവണൻ എൻട്രി അടിപൊളിയല്ലേ? രാവണൻ ആരാ? പവർഫുൾ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. ഇപ്പൊ രാവണനൊക്കെ കയറി വരുമ്പോ ഈ ഫയറൊക്കെ ഇട്ടിട്ട് രാവണൻ എന്നൊക്കെ പറയുമ്പോൾ പുറമേയുള്ളൊരു മൊത്തം അതിലേക്ക് കോൺസെൻട്രേറ്റ് ആക്കും. 42 അടി സ്റ്റേജിൽ. എന്തായാലും ഇത്ര മനോഹരമായിട്ട് നമ്മുടെ ആ കലാപാരമ്പര്യത്തിൽ, അതാ സിനിമയിൽ തനിമയുടെ, കാരണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ബയോളജി ഓഫ് മൂവി, ശരിക്കും കെമിസ്ട്രി ബയോളജി ഓഫ് ദ മൂവി എന്ന് പറയുന്ന സാധനം. ഇത്തരം സംഗതികൾ പിന്നരങ്ങിൽ നിന്ന് ഇത്ര കാര്യങ്ങൾ ഇത്ര വിസ്മയകരമായുള്ള കാര്യങ്ങൾ കാണിക്കാൻ പാകത്തിലുള്ള ഒരു കലാരൂപം, അതാണ് പാവക്കൂത്ത്. എല്ലാവരും തന്നെ ഈ പിന്നരങ്ങിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. അതേപോലെ തോൽപ്പാവക്കൂത്ത് പ്രസന്റ് ചെയ്യുമ്പോൾ പല കഥാപാത്രങ്ങളും ശണ്ട കൂടുന്നതും ഒക്കെ തന്നെ നമുക്ക് അഭിനയിക്കേണ്ടതായി വരും. ഇപ്പൊ അതെങ്ങനെയാ റെക്കോർഡ് ചെയ്തിട്ടാണോ അല്ല നിങ്ങൾ നേരിട്ട് പറയുന്നത്? ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ഇപ്പോഴും നേരിട്ട് തന്നെയാണ് പാടുന്നത്. ക്ഷേത്രങ്ങളില് ഇപ്പോഴും ആ ഇത്രയും സമയം 7 ദിവസം എല്ലാ പരിപാടിയും നമ്മൾ നേരിട്ട് തന്നെ പറയുന്നത് തന്നെയാണ് പാടുന്നത്. അപ്പോൾ അതിനൊക്കെ ട്രെയിനിങ് വേണ്ടേ? സ്വരത്തിനും നമ്മളെ. അതെ, നമ്മളത് ഒന്ന് കൂത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വോയിസ് ക്ലിയറിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം തന്നെ പാടുന്നത് സോ ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ വോയിസ് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നത്.
പിന്നെ ഇത് മാത്രമല്ല അക്ഷര ശ്ലോകങ്ങളും ഒരുപാട് തോൽപ്പാവക്കൂത്തിലുണ്ട്. ഓഹോ. അതായത് നമ്മുടെ ടങ് ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ മാതിരിയാണ്. കമ്പ കടകരി മുഖവാഗണപതി കക്കാഗംഗ ചന്തത്തിനകനി കുമ്പിട്ടുളറിയ ചച്ചാജന്യ അരിയോട് അവിൽ പൊരി അപ്പം തരുവേൻ തത്താടണ്ട തന്നിട്ടടിമല വെച്ചിത തൊഴുതേ തത്താദന്ത പക്ഷം പലകനി പത്തും തരുവേൻ പപ്പാബമ്പം എതിരൊടു മരുവിയ ഉദവിയ ഗണപതി കേരളാവശള സഹളാക്ഷ. ഇങ്ങനത്തതൊക്കെ പാടി നമ്മുടെ മലയാളത്തിൽ 56 അക്ഷരങ്ങളെ പറ്റിയിട്ടുള്ള അക്ഷരസ്തുതി എന്ന് പറയും. തോൽപ്പാവക്കൂത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ വിചാരിക്കും തോൽപ്പാവകളാണ് നമ്മൾ ശരിക്കും തോൽപ്പാവകളാണ് അഭിനയിക്കുന്നത്. ശരിയായ അഭിനയം തന്നെ ഇവർ ശരിയായ കലാകാരന്മാരൊക്കെ തോൽപ്പാവക്കൂത്ത് കലാകാരന്മാരായിട്ട് മാറാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ മനസ്സിലായി. കാരണം സംഗീതം പോലെ തന്നെ ഇപ്പോൾ സംഗീതം അഭ്യസിക്കുന്ന സാപ്പ പാടിയത് തന്നെയാണ്. വളരെ ശാസ്ത്രീയമായിട്ടുള്ള മുന്നൊരുക്കങ്ങളും അതേപോലെ ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനങ്ങളും ഇതിൻ്റെ പിറകിലുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മലയാളത്തിലെ മാത്രമല്ല ലോകത്തിലെ ആദ്യ സിനിമ എന്ന് തന്നെ തോൽപ്പാവക്കൂത്തിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. എന്താ മദർ ഓഫ് ദ ഫിലിം എന്ന് പറയുന്നത്. കാരണം ഈ തിരശ്ശീലയിലാണ് ഈ നാടകങ്ങളൊക്കെ അല്ലേ, ഈ തിരശ്ശീല തന്നെയല്ലേ തിയേറ്റർ എന്ന് പറയും, സ്കോപ്പ് തിയേറ്റർ എന്ന് പറയും. സാധാരണ സിനിമക്കാർ ഉപയോഗിക്കുന്ന സ്കോപ്പിംഗ് എന്നുള്ള സംഗതി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വളരെ വൈഡായിട്ടുള്ള പിന്നെ ഒരു സ്കോപ്പാണ് ഉപയോഗിക്കാറ്. അതേ മോഡലിലാണ് ഇത് ഫീൽ ചെയ്യുന്നത്. അത് ഇപ്പോഴും നമ്മുടെ തിയേറ്ററിൽ വരുന്ന സ്ക്രീൻ ഇതേ മരുന്ന് തുണി തന്നെയാണ്, കോർത്ത് തന്നെയാണ്. അതെ, ഫിലിമായിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. പക്ഷെ ഇതാണ് ആദ്യ രൂപ സിനിമയായി ഇന്ന് വിശ്വസിക്കുന്നത്. ഓർക്കണേ, ആദ്യ രൂപ സിനിമ എന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, ആദ്യ രൂപ സിനിമ എന്ന്. കാരണം തിരശ്ശീലയുണ്ട്, കഥാപാത്രങ്ങൾ ഇതേ പിറകിലുണ്ട്. ഈ കഥാപാത്രങ്ങളെയൊക്കെ നിർമ്മിക്കുന്നത് ഒരാൾ ഇവിടെയുണ്ട്. ആ ആളെ കുറച്ചുകൂടി ഒന്ന് പരിചയപ്പെടാനുണ്ട്, കുറച്ചുകൂടി കഴിഞ്ഞ് പരിചയപ്പെടാൻ. ഇവിടേക്ക് വരുമ്പോൾ ചോദിച്ചു IFFKയുടെ ബ്രാൻഡിങ് ആയിട്ടുള്ള അത് അവിടെ. കാരണം പലരും എന്നോട് ചോദിച്ചു, എല്ലാവർക്കും പരിചയമുള്ള ഒരു പാവ ഇവിടെ ഉണ്ട്, അതിനെടുത്ത് കാടി അത് ഇതില് അത് മുകളിൽ നമ്മളെ ഉണ്ട്, ഇവിടെ തന്നെയാണ്. അത് കഥ എന്താണെന്നുള്ള സംഗതികൾ അത് ഇവിടെ അച്ഛനൊക്കെയുള്ള സമയത്താണ് ഡിസൈനിങ് നടന്നത്. അരവിന്ദൻ സാറും അതുപോലെ കുറച്ച് ഫിലിം ആക്ടേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ട് നമ്മുടെ വീട്ടിൽ അച്ഛനുള്ള സമയത്ത് നമുക്ക് ഒരു IFFKയിൽ ലോഗോ തീരുമാനിക്കണം. ഏത് കഥാപാത്രം തീരുമാനിക്കണം എന്നുള്ളത് ഒരു സ്ത്രീ കഥാപാത്രമായിരിക്കണം, ദേവതയായിട്ട് മാറുന്ന കഥാപാത്രമായിരിക്കണം എന്നുള്ള നിർദ്ദേശം അരവിന്ദൻ സാർ പറഞ്ഞപ്പോൾ നമ്മളിതങ്ങനെ ലങ്കാലക്ഷ്മി എന്നുള്ള കഥാപാത്രം ഹനുമാൻ ലങ്കയ്ക്ക് സീതാദേവി അന്വേഷിച്ച് പോകുന്ന സമയത്ത് ചാടി ആദ്യം തടുക്കുന്നുണ്ട്, ഗോപുരം കിടക്കുന്ന സമയത്ത് തടുക്കുന്ന ഒരു സ്ത്രീയാണത്. 8 തോളായി 4 മുഖത്തായി ഉലകേഴും 8 തോള് 4 മുഖത്തോടു കൂടിയ സ്ത്രീയെ തടഞ്ഞാൽ നിനക്ക് നാശാണ്, ഞാൻ എന്റെ വിചാരിച്ച കാര്യം നടത്തും എന്ന് പറയാണ്. അപ്പൊ അവള് പറയുന്നത്, എന്നെ നീ മീണ്ടേകിനതേകാതിർമാറ്റം ചൊന്നായി നീയാവനട തൊൽപുരമട്ട. എന്നെ നീ ഒരിക്കലും മറികടന്നിട്ട് പോകാൻ പറ്റില്ല, നിന്നാലൊന്നും അതിനുള്ള കടന്നിട്ട് നിന്നാലും മുടിയാതെ അതന്നെ തമിഴിൽ ഒന്നും ചെയ്യുമ്പോൾ മുടിയാതെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹനുമാൻ അവസാനം ഒരു അടിയടിക്കുകയാണ്. അപ്പോഴാണ് ഈ രൂപം മാറി ദേവതയായിട്ട് അടുത്ത രൂപം ഗോഡസ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇത് നമ്മള് കുറച്ചും കൂടി മാറി അവരുടെ ലോകോന്റെ രീതിയിലേക്ക് മാറ്റം വന്ന് എന്നിട്ട് ഈ രൂപത്തിലേക്ക് മാറുകയാണ്. അടി കഴിഞ്ഞപ്പോ ഇതാണ് നമ്മുടെ പിന്നെ ഇതല്ലേ ഇതിന്റെ ഫ്രണ്ട്, ഇതാണ് നമ്മുടെ മഹാനായിട്ടുള്ള നമ്മുടെ ഫിലിം ഡയറക്ടർ ജി അരവിന്ദൻ സാറിനെ ആകർഷിച്ച അവരെ മനസ്സുകൊണ്ട് ആവാഹിച്ച ആ ഒരു രൂപം, ഇവരിൽ നിന്ന് ആവാഹിച്ചെടുത്ത ഒരു രൂപമാണ് ദേവതയായിട്ട് മാറിയിട്ടുള്ള ലങ്കാലക്ഷ്മി. ഇതായിരുന്നു ലങ്കാലക്ഷ്മിയുടെ. പക്ഷേ IFFKയിലേക്ക് വരുമ്പോൾ നമ്മുടെ സിനിമയിലുള്ള അതേപോലെ നമ്മുടെ സംവിധായകർ ഒത്തൊരുമിച്ച് തീരുമാനിച്ച ഒരു വിഷയമാണ് ഈ ലങ്കാലക്ഷ്മിയുടെ ഈ ഒരു IFFKയുടെ ലോഗോ എന്ന് പറയുന്നത്. അങ്ങനെ ദേവലോകത്തേക്ക് പോവുകയാണ്. അപ്പൊ ഇത് മതി എന്ന് പറഞ്ഞിട്ട് സ്ത്രീ കഥാപാത്രമായി ദേവതയായി മാറി, നല്ല നല്ല കഥാപാത്രമായി മാറി, വളരെ സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് പോയി നമ്മളോട് പാവം നിർമ്മിക്കാൻ പറഞ്ഞു. എന്തായാലും നമുക്കെല്ലാം മലയാളികൾക്ക് എല്ലാവർക്കും നല്ലൊരു മുദ്രകൾ സ്വാഭാവികമായിട്ടും കലയായിട്ടാണ് പറയുന്നത് അല്ലേ.
നല്ലൊരു മുദ്ര സമ്മാനിച്ച കുടുംബത്തോടൊപ്പമാണ് നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ മായാത്ത തിയേറ്ററിലെ ഇരുളുടെ തിയേറ്ററിൽ നിന്ന് നമ്മളെ വെള്ളി വെളിച്ചത്തിൽ ഈ മായാരൂപിയായിട്ടുള്ള ഈ അമ്മ കടന്നു വരുമ്പോൾ ആർക്കാണെങ്കിലും മനസ്സ് കോരിത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കോരിത്തിരിച്ചിട്ടുണ്ട്, കൈയടിച്ചിട്ടുണ്ട് ധാരാളമാണ്. ആ കൈയടിയുടെ ഉത്ഭവം ഇവിടുന്നായിരുന്നു എന്ന് അറിയിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ പാവകളുടെ എങ്ങനെ ചലിപ്പിക്കുന്നു, എങ്ങനെയാണ് ഈ ഒരു അരങ്ങിൽ ഈ വിസ്മയം തീർക്കുന്നത് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഓക്കെ, ഇത് മാനിന്റെ ഒരു പാവയാണ്. ഓക്കെ, അപ്പോൾ ശ്രീരാമൻ മാനിനെ പിടിക്കാൻ വരുന്ന ഒരു സീനാണ് ഉദ്ദേശിക്കുന്നത്. ശ്രീരാമന്റെ പാവ പിടിച്ച ഒരു കലാകാരൻ അവിടെ ഉണ്ടാവും, ഒപ്പം പാടുന്ന ആളുകൾ വേറെ ഉണ്ടാവും. ഈ സമയത്ത് മാൻ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അതോ വാരായി മാനെ ഇങ്ങ വാ മാനെ ഇപ്പടി വാ മാനെ ഇങ്ങ വാ ഇപ്പടി വാ ഇങ്ങ വാ ഇപ്പടി വാ ഓ എന്താ മാനെ ഇപ്പടി ഇടയ്ക്കിറതില്ലേ. സോ ഈ മാൻ ഓടുന്നത്, മാൻ ഇങ്ങനെ ചലിക്കുന്നത്, കഴുത്തുകൾ ചലിപ്പിക്കുന്നത്, സ്പിൻ ചെയ്യുന്നത്, അങ്ങനെ ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. ഇത് എല്ലാം ഒരേ റേഷ്യോയിൽ കറക്റ്റായി ചെയ്താൽ മാത്രമാണ് നമുക്ക് പപ്പറ്റ് പുറമേ നിന്ന് കാണുന്ന ആളുകൾക്ക് ഇതിന് ആസ്വാദനം കിട്ടുള്ളൂ. ഒരു പാവ പിടിക്കുമ്പോൾ മാൻ പുറത്ത് എത്ര സ്പീഡിൽ ഓടുന്നു അതേ സ്പീഡിൽ കലാകാരനും അകത്ത് ഓടണം. ഇത്രയും സ്പേസ് യൂസ് ചെയ്ത് അങ്ങനെ ഓടി കളിപ്പിക്കേണ്ടതാണ്. അപ്പാ എന്ത് വളരെ മനോഹരമാണല്ലേ, വളരെ വളരെ അതെ. അതിൻ്റെ ഓരോ ചെറിയ ചെറിയ ചലനങ്ങളടക്കം ഇതാ മാനിൻ്റെ ആ കുഞ്ഞു ചലനങ്ങളടക്കം തന്നെ അത് ഒപ്പിയെടുക്കുന്നുണ്ട്. അത് അങ്ങോട്ട് നോക്കുന്നു, എന്നാൽ പുല്ല് താഴത്തെ അതാ പുല്ല് കോരിയെടുക്കുകയാണ്. അതിങ്ങനെ കുട്ടിയെടുത്തിരുന്നു. മാനകളുടെ ഒരു വികൃതിയാണല്ലോ കൊമ്പെടുത്ത് തോർക്കുന്നത്. ഇത് നിങ്ങളെ ഇവിടെ സ്കൂളുകളിൽ പരിശീലിപ്പിക്കുന്നുണ്ട്. അതായത് ഞങ്ങളിപ്പോ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. നമ്മള് ഇവിടത്തെക്കാൾ ഉപരി വിദേശ രാജ്യങ്ങളിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. വിദേശ രാജ്യങ്ങളിലടക്കം കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സംഗതിയായിട്ട് വിപിൻജി പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ പോകുമ്പോ നമ്മളൊക്കെ അത്ഭുതപ്പെടുന്നത് കിൻഡർ ഗാർഡൻ അല്ലെങ്കിൽ LKG കുട്ടികളെ പാവകൾ നിർമ്മിക്കാൻ പറയും. ഫസ്റ്റ് ദിവസം അവരോട് പറഞ്ഞിട്ട് ചിത്രം കാണിച്ചാൽ അടുത്ത ദിവസം അവർ നമ്മൾ സൂവിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. അവർ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ മൂവ്മെന്റ് അവർ കുറേയൊക്കെ മനസ്സിലാക്കും, നോക്കി മനസ്സിലാക്കും. അടുത്ത ദിവസം വന്ന് അവർക്ക് മിനി തിയേറ്ററിൽ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ഇങ്ങോട്ട് നമുക്ക് പറഞ്ഞു തരുന്നു, ഇത് ഇങ്ങനെയല്ലേ മൂവ് ചെയ്യുന്നത്, ഇന്നലെ കണ്ട മാൻ ഇങ്ങനെയല്ലേ വെള്ളം കുടിച്ചത്, ഇത് ഇന്നലെ ഇങ്ങനെ ഓടിയില്ലേ. സോ അവർ ഒബ്സർവേഷനും ലേണിങ്ങും ഒക്കെ കൂടാൻ വേണ്ടി മീഡിയം ഇപ്പൊ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയി തന്നെ യൂസ് ചെയ്യുന്നുണ്ട് ഈ പപ്പറ്റ്രി. ഇവിടെയാണ് അതൊരു സബ്ജക്റ്റ് അല്ലാത്തത്, പക്ഷേ പല വിദേശ രാജ്യങ്ങളും സബ്ജക്റ്റായി മാറുന്നത്. എന്തായാലും ഈ ഒരു ട്രഡീഷണൽ ആയുള്ള കലാരൂപത്തിന് അപ്പുറത്തേക്ക് ഇപ്പോൾ വിപിൻജി ഈ ഒരു കലാരൂപത്തെ മാറ്റിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഈ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, വിദേശത്തിൽ നിരവധി ചൈനയിൽ പോയിട്ടുണ്ടല്ലോ. ചൈന, സിംഗപ്പൂർ, ഹോങ്കോങ്, മലേഷ്യ, ഇത്രയും രാജ്യങ്ങൾ ഈ ട്രെയിനിങ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് ആയിട്ട്. അപ്പോൾ വളരെ, കാരണം മോഡേണിൻ്റെ മോഡേൺ ആവാനും പഴമയുടെ പഴമയാകാനും ശരിക്കും പറഞ്ഞാൽ തോൽപ്പാവകൂത്തിന് കഴിയുന്നുണ്ട് എന്നിപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കഥാപാത്രങ്ങളുടെ മുഖ്യ നിർമ്മാതാവ് എന്ന് പറയുന്നത് പുഷ്പലത മേഡം അല്ലേ? ഓക്കെ, അപ്പോൾ പുഷ്പലതയാണ് ഇത് പുതിയ ആധുനിക സമ്പ്രദായത്തിലും പഴമയെ ഒട്ടും പോവാതെ പലതരത്തിലുള്ള പാവകൾ ഇവിടെ ഇതിനു വേണ്ടിയിട്ട് നിർമ്മിക്കുന്നുണ്ട്. ചേച്ചി ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? അതായത് മുൻപേ എങ്ങനെ പരിചയമായിട്ടുള്ളത്? എനിക്കറിയില്ല, ഞാൻ പാവകൾ എന്താന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല. വിവാഹത്തിന് മുമ്പ് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു, മണ്ണാർക്കാട്ടില് കൂത്തുമാടങ്ങളുണ്ട്, സ്ഥിരമായിട്ടുള്ള കൂത്തുമാടങ്ങൾ. അതൊക്കെ ഇപ്പൊ ഇല്ലാതായി പോയി. എന്നാലും ഇപ്പൊ എന്റെ വിവാഹത്തിന് ശേഷം ഒരു കൂത്തുമാടം മാത്രം അവര് നമ്മുടെ ഈ കൂത്തിനെ പറ്റി അറിഞ്ഞിട്ട് അത് പുതിയ രീതിയിലാക്കിയിട്ട് അത് ഇവരുടെ അടുത്ത് കണക്കുകളൊക്കെ ചോദിച്ചിട്ട് ആ കൂത്തുമാടം ഒന്ന് നിലനിർത്തി വരുന്നുണ്ട്. ബാക്കിയുള്ളതൊന്നും ഇല്ല. ഏതായാലും ഒരു പാവക്കൂത്തിന്റെ ഉള്ളിൽ, പാവയുടെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ അളവിൽ മാറ്റം വരത്തില്ല എന്നല്ലേ പറഞ്ഞു? അളവിന്റെ അതേ അളവോട് കൂടി തന്നെ എങ്ങനെയാണോ മുൻപ് ഉണ്ടാക്കിയിരിക്കുന്ന ഷേപ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ, ഉള്ളിലുള്ള വ്യത്യാസങ്ങൾ. എന്നാലും കഴിയുന്നത് ഇതിൽ തന്നെ കൊത്തും. അത് തന്നെയാണ് ഒരു ചന്തം കൂടെ കിട്ടുക. ചില ഇതൊക്കെ വരുമ്പോ നമ്മളുടെ ഒരു ഇഷ്ടത്തിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്യാറുണ്ട്. ഇതില് ഉണ്ടാക്കുന്ന ഒരു വിശ്വനാഥിയാണോ അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ ഗുരുവായിട്ട്? ഗുരു ഇദ്ദേഹം തന്നെ. നമ്മളുടെ കൂടുതൽ ഇവരുടെ അച്ഛനാണ് സ്ത്രീകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഇവരുടെ അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അന്ന് സ്ത്രീകൾ ഇതിൽ അലൗഡ് അല്ല, പരിഹാസമായിരുന്നു അന്ന്. സ്ത്രീകൾ ഇതിലേക്ക് വരെ പറഞ്ഞാൽ സ്ത്രീകൾ കൂത്തിനോ എന്നിട്ട് ഇനിയിപ്പോ കൂത്തുമാടത്തിലേക്കും കൂടെ പോയിക്കോട്ടെ എന്നൊക്കെ പരിഹസിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഇവർ അച്ഛൻ നമുക്ക് പ്രോത്സാഹനം തന്ന് നമുക്ക് പാവ ഉണ്ടാക്കി. അതുപോലെ ഞാൻ അന്ന് പാവ ഉണ്ടാക്കിയത് ഇവര് സ്പെയിനിലേക്ക് പോയപ്പോൾ 2 പാവകൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അത് പെയിന്റ് ചെയ്തതൊക്കെ എൻ്റെ ഇഷ്ടത്തിന് തന്നെ പെയിന്റ് ചെയ്ത് അതിന്റെ വർക്ക് ഇവർ പറഞ്ഞു തന്നു. ഓരോ ഭാഗങ്ങളും കൊത്തിയെടുക്കേണ്ടതും അതൊക്കെ ഇന്നെ ഭാഗം കൊത്തിയെടുക്കണതൊക്കെ അവർ കാണിച്ചു തന്നു. ആ പാവകൾ ഇവരന്ന് സ്പെയിനിലേക്ക് കൊണ്ടുപോയപ്പോൾ അവർ സെയിൽസ് ചെയ്തു.
ആ സെയിൽസ് ചെയ്ത പാവ അന്ന് എത്രയ്ക്ക് അവർ കൊടുത്തോ സ്പെയിനിൽ ആ കിട്ടിയ പൈസ അന്നേ കൊടുത്തിട്ട് ഇവരുടെ അച്ഛൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആദ്യമായിട്ടാണ് നമുക്കത് പാവളെ പറ്റി അറിയാതിരുന്നു നമ്മളിവിടെ വന്ന് പാവയെ പറ്റി പറഞ്ഞു കൊടുത്തു ഒരു ആളെ വിളിച്ചിട്ട്. കാരണം ആദ്യം ഉണ്ടാക്കിയ പാവ സ്പെയിനിൽ കൊണ്ടുപോയി അത് അവർക്ക് സമ്മാനിച്ച് അതിൽ നിന്ന് കിട്ടിയ വലിയൊരു അതിൻ്റെ പിന്നെ ദക്ഷിണ തന്നെ പറയാം അല്ലേ, അതിന്റെ ദക്ഷിണ സ്വീകരിച്ച ഒരാളാണ്. ഇപ്പോഴും എനിക്ക് ആ തന്ന പൈസ നമുക്ക് മറക്കാൻ പറ്റില്ല. അതൊരു അവാർഡ് പോലെ തന്നെ നമ്മുടെ മനസ്സിൽ വലിയ അവാർഡ് അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കടൽ കടന്ന് പോയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു പാവ എന്താണെന്ന് കൂടെ അറിയാത്ത നമ്മൾ പാവ ഉണ്ടാക്കി. അതൊരു അച്ഛനാണ് അതിന് പ്രോത്സാഹനം തന്നത്. ഭയങ്കര സന്തോഷമാണ് ആൾക്ക്. പാവ സ്ത്രീകൾ രംഗത്ത് വരണം, പാവ സ്ത്രീകൾ അടുക്കളയിൽ മാത്രം ഇരിക്കേണ്ടവരല്ല, രംഗത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ആള് ഭയങ്കര പ്രോത്സാഹനം തന്ന്. അപ്പോൾ നമുക്ക് അതിൽ ഇവരും സപ്പോർട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഫുൾ സപ്പോർട്ടാണ് പാവ നിർമ്മാണത്തിന്. ഈ എങ്ങനത്തെ പാവകൾ ഇപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ ചെറിയ ചെറിയ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവുന്നത്. അപ്പോൾ എൻ്റെ ആഗ്രഹത്തിന് ഞാൻ ചില പാവകൾ ഞാൻ തന്നെ ഒരു കാറിൻ്റെ സീനറിക്ക് വേണ്ട കംപ്ലീറ്റ് വലിയൊരു തോലെടുത്തിട്ട് അത് ഞാനത് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് ഫുൾ സഹകരണം. അപ്പോൾ ഈ ചിലപ്പോൾ അത് ഉപയോഗിക്കാതെ അവിടെ ഇരിക്കും. നമ്മുടെ ആഗ്രഹമല്ലേ അതിന് കൂട്ടുന്നിട്ട് ഇവിടെ ഇന്നെ പാവം വരയ്ക്കണം, അത് പറഞ്ഞു തരും. ആ പാവം ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. രാമായണത്തിലുള്ള കഥാപാത്രങ്ങൾ അധികം മാറ്റാറില്ല, അത് മാറ്റില്ല, അതങ്ങനെ തന്നെ. പുതിയ സ്റ്റോറി ചെയ്യുമ്പോൾ മാത്രം പാവകൾ മകൻ പറഞ്ഞില്ലേ. ഏതായാലും എല്ലാ കലാരൂപവും നിലനിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കാലികമായിട്ടുള്ള കുറേ മാറ്റങ്ങൾക്ക് നമ്മൾ പിന്നെ ബോധപൂർവം അതിന് തുനിഞ്ഞ് ഇറങ്ങുമ്പോഴാണ്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ വലിയ കാരണവർ, അതായത് ഇപ്പോൾ ഇല്ല കൃഷ്ണൻകുട്ടി പിന്നെ ആശാൻ, അദ്ദേഹം ആണ് വനിതകളെ ഈ രംഗത്തേക്ക് കൊണ്ടുപോകും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം തോൽപ്പാവക്കൂത്തിലെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഏറ്റവും സീനിയറായുള്ള കലാകാരി തന്നെയായിരിക്കാം. തോൽപ്പാവക്കൂത്ത് നിർമ്മാണത്തിൽ പിന്നെ വളരെ വൈവിധ്യം, അതായത് സ്ത്രീകളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ വൈവിധ്യം ഉണ്ടാവും എന്നാണ് പറയുക. കാരണം പുരുഷനെ പലപ്പോഴും കലയിൽ അതിനെ ഒരേ തരത്തിൽ കൊണ്ടുവരാൻ എനിക്കും ഇഷ്ടം. പക്ഷേ സ്ത്രീകൾ പലപ്പോഴും അതിനുള്ള ചില വിക്രസ് പണികൾ എന്ന് പറയും. വിക്രസ് പണികൾ എന്ന് അങ്ങനെ പറയല്ല, കുറച്ച് വിക്രസ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ അതിനകത്തേക്കല്ലേ വിക്രസ് പണികളല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. വിക്രസ് എന്ന് പറഞ്ഞിട്ട് ചെറുതാക്കിയല്ല കേട്ടോ. കറണ്ടിന്റെ പാഴ്ചെലവ് നിർത്താൻ വേണ്ടി പെട്ടെന്നൊരു സ്റ്റോറി നമുക്ക് കിട്ടി. കറണ്ടിന്റെ പാഴ്ചെലവ് നിർത്താന്ന് പറഞ്ഞിട്ട് അതിന് പെട്ടെന്ന് പാവകൾ നിർമ്മിക്കണം. ഓ, അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. ഓ, പുതിയ കാലത്തിനനുസരിച്ചുള്ള പാവ, ഇത് ട്രഡീഷണൽ പപ്പറ്റ്, പുതിയ കാലത്തിനനുസരിച്ചുള്ള പാവകൾ നിർമ്മിക്കാം. അത് കാണാൻ പറ്റുമോ? അത് കാണാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പുതിയ കാലത്തിന്റെ പാവകൾ? വലിയ കരവിരുത് കാണുന്ന ഒരു സ്ഥലമാണിത്. എന്തായാലും ശ്രീരാമൻ മുതൽ ഒരു ഹീറോ മുതൽ മറ്റൊരു ഹീറോ വരെ ഇവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങി മുന്നേറിയിട്ടുള്ള ഒരു കലാകാരി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ തോൽപ്പാവക്കൂത്തിന് വലിയൊരു മുതൽക്കൂട്ടും വലിയൊരു ശക്തി തന്നെയാണ്. വളരെ മനസ്സ് നിറഞ്ഞിട്ടാണ് നാടകക്കാരൻ നിങ്ങളോട് ഇന്ന് ഇവിടെ പിന്നെ വിടവാങ്ങുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇത്രയും വളരെ മനോഹരമായിട്ട് ഇതിന് വലിയ പിൻബലവും എല്ലാ തലമുറകളിലേക്ക് ഇത് പകർത്താനുള്ള ആർജവും നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾ കടന്നു വന്നാൽ എല്ലാത്തിനും കാര്യങ്ങൾ പൂർണ്ണത ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞാൽ വളരെ ശരി തന്നെയാണ്. ഒരിക്കലും ഒരു പുരുഷൻ മാത്രം മുന്നിട്ട് അല്ലെങ്കിൽ ആണുങ്ങൾ മാത്രം കലയായിട്ട് മുന്നിട്ടിറങ്ങിയാൽ അതിന് പൂർണ്ണത ഉണ്ടാവില്ല. ചിലപ്പോൾ വീട്ടിൽ വേറെ എന്തെങ്കിലും അതിൽ ഒരു പൂർണ്ണത ഉണ്ടാവില്ല. അതൊക്കെ തീർച്ചയായിട്ടും അത് ഇപ്പം വ്യക്തമായിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അത് നല്ലൊരു മാതൃകയും കൂടി തന്നെയാണ്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ എന്താ പറയുക എല്ലാ ഭാഗങ്ങളിലുള്ള ആൾക്കാരെയും കൈകോർത്ത് അത് എന്താ പറയുക ഇവിടുത്തെ കൃഷ്ണൻകുട്ടി പുലവർ അവരുടെ വലിയൊരു ആശയം തന്നെയാണ്. അതായത് വനിതകളും കൂടി ഇതിനകത്തേക്ക് ചേരുമ്പോൾ ഇതിനൊരു പൂർണ്ണത ഉണ്ടാവുള്ളൂ എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. എന്തായാലും ആളുകൾക്ക് ഇത് കൊണ്ട് എത്തിക്കുന്നതിലും ഈ അറിവ് പകർന്നു കൊടുക്കുന്നതിലൊക്കെ തന്നെ വളരെ നന്ദിയുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് ഇതുവരെ ഒരു അവസരം തന്നതിലും അതുവരെ ആളുകളെ അറിയിക്കാൻ സാധിച്ചതിലും വലിയ ചരിതാർത്ഥ്യമുണ്ട്. താങ്ക്സ് എ ലോട്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. നാടകക്കാരൻ ഇപ്പം വിടവാങ്ങുന്നു. ഗുഡ് ബൈ.